ഹായ്, ഇന്ന് നമുക്ക് ഉണ്ടെന്ന് പറയുന്ന എങ്ങനെയാന്ന് സെന്റൻസിൽ പറയുന്നത് നോക്കാം. ഉണ്ട്, കഴിക്കുക എന്നുള്ള ഉണ്ടല്ല, ഉണ്ട്. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഹെൽപ്പിംഗ് വേർഡ്സ് ആണ്. ഹാസും ഹാവും. ഹാസ് എന്ന് പറഞ്ഞാലും HAS ഹാസ്, HAVE ഹാവ്. ഇത് രണ്ടിന്റെയും അർത്ഥം ഉണ്ട് എന്നാണ്. അതില് ഹാസ് ഉപയോഗിക്കുന്നത് സിംഗുലറിന്റെ കൂടെ, ഏകവചനത്തിന്റെ കൂടെ ഹാസ് ഉപയോഗിക്കും. അതേസമയം ഹാവ് ഉപയോഗിക്കുന്നത് ബഹുവചനത്തിന്റെ കൂടെ ഉപയോഗിക്കും, ഐയുടെ കൂടെ ഉപയോഗിക്കും. യു വി ദേ, ഐ യു വി ദേ. അതുപോലെ തന്നെ പ്ലൂറലായിട്ട് പറയുന്ന, ബഹുവചനമായിട്ട് പറയുന്ന എല്ലാത്തിന്റെ കൂടെയും ഉണ്ടെന്ന് പറയാൻ ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മള് ഇന്നലെ ഐയുടെ കൂടെ ആകുന്നു എന്ന് പറയാൻ ആം ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ഐ ഏകവചനമാണെങ്കിലും ഹാസ് പറയൂല, ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? സിംഗുലർ സബ്ജക്ട്, അതായത് ഏകവചനത്തിന്റെ കൂടെ ഉണ്ടെന്ന് പറയാനായിട്ട് ഹാസ്, HAS ഹാസ് ഉപയോഗിക്കും. പിന്നെ ബഹുവചനത്തിന്റെ കൂടെ ഐ യു, ഇതിന്റെ കൂടെ ഏത് ഉപയോഗിക്കും? ഹാവ്. ഐ ഹാവ് എ കാർ, എനിക്കൊരു കാർ ഉണ്ട്. ഷീ ആവുമ്പം അത് ഏകവചനമാണ്, അവൾ. ഹാസ്, ഷീ ഹാസ് എ കാർ, അവൾക്ക് ഒരു കാറുണ്ട്. ദേ ആവുമ്പം അവർ. ഹാവ് ഉണ്ട് എ കാർ, അവർക്ക് ഒരു കാറുണ്ട്. അപ്പം ഹാസ് ഹാവ് ഇത് രണ്ടും ഉണ്ടെന്ന് പറയാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഏകവചനത്തിന്റെ കൂടെയും ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും വിയുടെ കൂടെയും ഒക്കെ ഏതാ ഉപയോഗിക്കുന്നതെന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കണം. ഏകവചനത്തിന്റെ എല്ലാത്തിന്റെ കൂടെയും എപ്പോഴും എന്താണ് ഉപയോഗിക്കുന്നത്? ഹാസ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഐ ഏകവചനമാണ്, അതിന്റെ കൂടെ ഏത് ഉപയോഗിക്കത്തില്ല? ഹാസ് ഉപയോഗിക്കൂല, ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. അല്ലെ, ഐ ഹാവ് എ മീറ്റിംഗ്, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇപ്പൊ കാറുണ്ടെന്ന് പറയാൻ നമ്മള് ഹാവ് ഉപയോഗിച്ചു. അപ്പൊ ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഹാവ്, ഐ ഹാവ് എ മീറ്റിംഗ്. ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ഐ ഹാവ് എ പാർട്ടി. ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഐ ഹാവ് എ മാരേജ് ഫംഗ്ഷൻ. അങ്ങനെ പറയാം. അപ്പം യു ആണെങ്കിലും യു ഹാവ്, നീ എന്ന് പറയാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയാൻ വേണ്ടി ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. വിയുടെ കൂടെയും ബഹുവചനത്തിന്റെ എല്ലാത്തിന്റെ കൂടെയും ഉണ്ടെന്ന് പറയാൻ ഹാവ് ഉപയോഗിക്കും. അതേസമയം ബാക്കിയുള്ള ഏകവചനം ഹി, ഷീ, ഇറ്റ്, പിന്നെ സിംഗുലർ നൗണുകൾ, ഇതിന്റെ കൂടെ എല്ലാം എന്ത് ഉപയോഗിക്കും? ഹാസ് ഉപയോഗിക്കും. രണ്ടു ഉദാഹരണം പറയാം. ദേ ഹാവ് 2 ചിൽഡ്രൻ, അവർക്ക് 2 കുട്ടികളുണ്ട്. ദേ ഹാവ് എ കാർ, അവർക്ക് ഒരു കാറുണ്ട്. ദേ ഹാവ് എ ഹോട്ടൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, എന്തുണ്ടെങ്കിലും ഹാവ് ചേർത്ത് പറയാം. അപ്പോഴ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള, പഠിച്ചിട്ടുള്ള സർവനാമങ്ങളും നാമങ്ങളും ആഡ്വർബ്, അങ്ങനെ ക്രിയകള്, ക്രിയാവിശേഷണം, ഇതെല്ലാം ചേർത്ത് ഹാവ് വരുന്ന വാക്കുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി പഠിക്കണം. പ്രസന്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കുന്ന ഹാവ് ഹാർഡൊക്കെ ഉണ്ട്, അതൊന്നും ഇപ്പൊ പഠിക്കേണ്ട. നമ്മളിപ്പോ ഉണ്ടെന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ മാത്രം പഠിച്ചാൽ മതിയേ.